നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗ്രീറ്റ് സാറാണ്. ഇന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചാണ്, സാറേ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടാണോ ആദ്യം വരുന്നത്? പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടാണ് ആദ്യം വരുന്നത്. പക്ഷേ ഒരു ചെറിയ വാക്കിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഇരിക്കുന്ന പ്ലസ് ടുക്കാർ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പലവട്ടം എഴുതിയ കുട്ടികളും ഒക്കെ എഴുതിയ പരീക്ഷ, അതായത് പ്ലസ് ടുക്കാർ എഴുതിയ പരീക്ഷ ഉണ്ട്. പ്ലസ് വണ്ണിൽ നിങ്ങളുടെ പരീക്ഷ അവർ 3 വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ ഏതെങ്കിലും അവർ മോശമായിട്ട് എഴുതിയേക്കുന്ന അല്ലെങ്കിൽ മാർക്ക് കിട്ടിയ വിഷയങ്ങൾ എഴുതിയതിൻ്റെ റിസൾട്ട് ആണ് ആദ്യം വരുന്ന റിസൾട്ട്. അത് മെയ് 7-ാം തീയതി ഒഫീഷ്യലായിട്ട് വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് വരും മെയ് 7-ാം തീയതി. മെയ് 7-ാം തീയതി പറയുമ്പോൾ ഇനി ഏകദേശം ഒരു 10 ദിവസങ്ങളൊക്കെ ഉള്ളൂ. ഈ റിസൾട്ട് ഒരു പരിധി വരെ പ്ലസ് ടുക്കാരെ വളരെ 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 അത്യാവശ്യമായിട്ട് റിസൾട്ടാണ്. കാരണം പ്ലസ് വണ്ണും പ്ലസ് ടുയുടെ കൂട്ടുന്നതാണ് ഇവരുടെ ഫൈനൽ മാർക്ക്. ഏത് പ്ലസ് ടുക്കാർക്കും സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെ പ്ലസ് വണ്ണിലെ മാർക്ക് കുറഞ്ഞാൽ അത് പ്ലസ് ടുവിനെ ബാധിക്കും. പിന്നെ ഇനി മറ്റൊരു വിഭാഗം, ഇത് എഴുതുന്നവർ പ്ലസ് വണ്ണിലത് ഫെയിലായാൽ, അത് ഫിസിക്സിനോ കെമിസ്ട്രിക്കോ മാത്സിനോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് തോറ്റു കഴിഞ്ഞാൽ അവർ വീണ്ടും അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കണം. കാരണം ഇനി നടക്കുന്ന റിസൾട്ട് വന്നിട്ട് നടക്കുന്ന പരീക്ഷ ജൂണിൽ നടക്കുന്നത് പ്ലസ് ടു മാത്രമേ ഉള്ളൂ, അതിനകത്ത് പ്ലസ് വൺ വരത്തില്ല. അന്നേരം എല്ലാവർക്കും ക്രൂഷ്യലായിട്ടുള്ള കുറേ പേർക്ക്, ഒരുപാട് പേർക്ക്, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ക്രൂഷ്യലായിട്ടുള്ള ഒരു റിസൾട്ടാണ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ്. അതിനുശേഷമേ ബാക്കിയുള്ള റിസൾട്ടുകളെല്ലാം വരത്തുള്ളൂ. അന്നേരം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടാണ് വരുന്നത്. അത് മെയ് 7-നാണ്. എന്തായാലും കരുതിയിരിക്കുക, എല്ലാവരും ജയിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.